ഉണ്ണിയുടെ കൊണ്ടത്ത് ഉണ്ണി എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവധി ദിവസമാണെങ്കിലും സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിലും നേരം വെളുത്ത ഉണ്ണിക്കുട്ടന്റെ ആദ്യത്തെ ചിന്ത ഇന്ന് ഞാൻ ആരുടെ കൂടെ കളിക്കുമെന്നുള്ളതാണ്. കളിപ്പാട്ടങ്ങളുടെ കൂടെ കളിക്കുന്നതിനേക്കാൾ ഉണ്ണിക്കുട്ടന് ഏറ്റവും പ്രിയം കൂട്ടുകാരോടൊപ്പം കളിക്കാനാണ്. തൊടിയിൽ കാണുന്ന പൂമ്പാറ്റയും കിളികളും പശുവും എല്ലാം ഉണ്ണിക്കുട്ടന് കൂട്ടുകാർ തന്നെ. പതിവ് പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റത് മുതൽ സ്കൂളിൽ പോവാൻ തയ്യാറെടുക്കാതെ കൂടെ കളിക്കാൻ ആരെ കിട്ടുമെന്നും തേടി നടപ്പാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഇന്ന് ഞാൻ ആരുടെ കൂടെ കളിക്കും? ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് കറങ്ങി നോക്കാം, ആരെങ്കിലും കാണാതിരിക്കില്ല. ഒരു പൈങ്കിളിയല്ലേ ആ വരുന്നത്? ചോദിച്ചു നോക്കാം. അയ്യോ, പൈങ്കിളിക്ക് കൂടുണ്ടാക്കാൻ പോകണം അത്രേ. സാരമില്ല, കൂടെ കളിക്കാൻ വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ടല്ലോ. ആഹാ, ഒരു വണ്ടല്ലേ ആ മൂളി മൂളി വരുന്നത്? കളിയാടിയിടാൻ വരുമോ നീ? വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു, പാടില്ല പൂക്കളിലെ തേനുകരാൻ പോകുന്നു. കഷ്ടായി, വണ്ടത്താനും എന്റെ കൂടെ കളിക്കാൻ സമയമില്ല. രാവിലെ എഴുന്നേറ്റ തേൻ കുടിക്കാൻ പോണോ അത്രേ. പൂവോട് പൂമാരി തേൻ കുടിച്ചാൽ മാത്രമേ വണ്ടത്താൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ അത്രേ. വണ്ടത്താൻ പൊക്കോട്ടെ, എനിക്ക് മറ്റാരെങ്കിലും കിട്ടാതിരിക്കില്ല. ആ വഴി ആരോ വരുന്നുണ്ടല്ലോ. ഒരു കുട്ടിക്കന്നല്ലേ ആ വരുന്നത്? കുട്ടിക്കന്ന് എന്തായാലും എന്റെ കൂടെ കളിക്കാൻ തരുമായിരിക്കും. ചോദിച്ചു നോക്കാം. കുട്ടിക്കണ്ണേ കുട്ടിക്കണ്ണേ കളിയാടിയിടാൻ വരുമോ നീ? കുട്ടിക്കണ്ണേ കുട്ടിക്കണ്ണേ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല കാടുകളിൽ മെയ്യാനായി പോകുന്നു, പാടില്ല കാടുകളിൽ മെയ്യാനായി പോകുന്നു. കുട്ടിക്കന്നിനും നേരമില്ലാത്രേ പുൽമേട്ടിൽ മെയ്യാൻ പോണോന്ന്. എന്നാലേ വയറ് നിറക്കാനാവുള്ളത്രേ. എനിക്ക് എന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാറാണല്ലോ പതിവ്. എല്ലാരും പക്ഷെ അങ്ങനെയല്ലാന്ന് തോന്നുന്നു. കുട്ടിക്കന്നിന് വിശപ്പ് മാറ്റണമെങ്കിൽ കുട്ടിക്കന്ന് തന്നെ അധ്വാനിക്കണം. എന്നാലും എന്റെ കൂടെ കളിക്കാൻ ആരുമില്ലല്ലോ. തിരിച്ച് വീട്ടിൽ പോയി കളിപ്പാട്ടങ്ങളോടൊപ്പം തന്നെ കളിക്കേണ്ടി വരുമോ? ആരാ അപ്പൊ എന്റെ ആ വീടിന്റെ മുന്നിലിരിക്കണേ? ആഹാ, ഒരു ചെറുനായ. ഉണ്ണിക്കുട്ടന്റെ കൂടെ കളിക്കാൻ വിളിച്ച ചെറുനായ എന്തായാലും വരുമായിരിക്കും. ചോദിച്ചു നോക്കട്ടെ. ചെറുനായ്ക്കും നേരം വെളുത്ത യജമാനന്റെ വീട് കാക്കണത്രേ. ഞാൻ ചോദിച്ചു, എല്ലാവർക്കും നേരം വെളുത്ത അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അതാണോ അമ്മ എപ്പോഴും പറയാറുള്ളത്? ഉണ്ണിക്കുട്ട, നേരം വെളുത്ത കുളിച്ച് വൃത്തിയായി സ്കൂളിൽ പോകാൻ തയ്യാറാവണം. അതാണ് ഉണ്ണിക്കുട്ടന്റെ ഉത്തരവാദിത്തം. അപ്പൊ കുട്ടിയായിരിക്കെ അതാണോ എന്റെ ജോലി? ആണല്ലേ. എങ്കിൽ ഇനി മുതൽ കളിക്കാൻ മറ്റൊരു സമയം കണ്ടെത്തി നേരം വെളുത്ത മടി കളഞ്ഞ് സ്കൂളിൽ പോവാൻ തയ്യാറാവണം. കളിയാടേ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. കളിയാടേ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഓരോരോ പ്രായത്തിലും അവരവരിൽ അധിഷ്ഠിതമായ ഉത്തരവാദിത്തങ്ങൾ മടി കൂടാതെ ചെയ്തു തീർക്കാനായുള്ള ബാലപാഠങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തബോധമുള്ള പൗരന്മാരായി വളർത്തിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകൊടുക്കാം. നന്ദി, നമസ്കാരം.
പറയുന്ന പല കുട്ടികൾക്കും മലയാളം നമ്മൾ പറഞ്ഞു കൊടുത്താൽ റിപ്പീറ്റ് ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളാണ്. അവർ പഠിച്ചു വരികയാണ് മലയാളം.